ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പായസത്തിനാണ്. പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ 3-ാം പാല് ഒഴിച്ച് തിളപ്പിച്ച് അതിനകത്തോട്ട് ഞാൻ അല്പം പച്ചരി വെന്തതും ഒരു ശകലം ചെറുപയർ അലകാക്കി, നമ്മൾ പരിപ്പിനൊക്കെ അലകാക്കുന്ന പോലെ അലകാക്കി വെന്ത് ഉണ്ട്, അതുകൂടെ ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് കുറുകി വരുമ്പോൾ അതിനകത്തോട്ട് ശർക്കരപ്പാനി ഒഴിച്ച് വീണ്ടും ശർക്കരപ്പാനി ഒഴിച്ച് കുറുകിയ ഒരു കണ്ടീഷനിൽ ഇത് കാണുന്നത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്തോട്ട് ഒഴിച്ച് തിളച്ച് നിൽക്കുകയാണ്. അതിനകത്തോട്ട് 2-ാം പാല് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പോവാം. മൂന്നാം പാല് ഇച്ചിരിയേറെ കാണത്തുള്ളൂ, 2-ാം പാല് കുറച്ച്, പിന്നെ നമ്മൾ തലപ്പാല് പിഴിയുന്നത് വളരെ കുറച്ചേ കാണത്തുള്ളൂ. ഞാനൊരു തേങ്ങയുടെ പാല് ഉപയോഗിച്ചിട്ടുള്ളൂ. വെച്ച് നല്ലകൂട്ട് ഇളക്കി നല്ലകൂട്ട് കുറുകി വരുമ്പം വേണം 3-ാം പാല് ഒരു തലപ്പാല് ചേർക്കാൻ. അത് നമ്മൾ ആദ്യം പിഴിഞ്ഞെടുക്കുന്ന പാല്. അതിനകത്ത് നമ്മൾ ഇച്ചിരി ജീരകവും ചുക്കും ഏലക്കാപ്പൊടി എല്ലാം കൂടെ പിന്നെ ഇളക്കി വെച്ചേക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയൊക്കെ വറുത്ത് വയ്ക്കാം. ഞാനത് അല്പം തേങ്ങാക്കൊത്തും ഒരു 5-6 കിസ്മിസിൻ്റെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഞാൻ തലപ്പാലാണ് ഒഴിച്ചത്. അന്നേരം പിന്നെ തീ ഓഫ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് ഇളക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്ന് കൃഷ്ണാഷ്ടമിയല്ലേ, പിന്നെ ജന്മാഷ്ടമി ആയതുകൊണ്ട് നമുക്ക് മധുരം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കാം. നിങ്ങൾക്ക് ഈ പായസം നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കി, എളുപ്പം ഉണ്ടാക്കാവുന്ന, നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കാവുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു പായസമാണ്, നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കി നോക്കൂ, നല്ല മണമൊക്കെ ഉണ്ട് ഇതിന്.